പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. പോണ വഴിക്ക് നിറയെ ആനപ്പിണ്ട കിടക്കണുണ്ട്. നിറയെ ആനപ്പിണ്ട കിടക്കണുണ്ടോ? അത് ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടക്കാച്ച് പ്ലേസിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, എല്ലാവരും പോയിട്ടുണ്ട്. എന്നാലും അടിപൊളി ഒരു പ്ലേസാണ്. നമ്മൾ NH വരുമ്പോൾ കാണുന്ന വാൾറ വാട്ടർ ഫാൾസ് ഉണ്ട്. ആ ഫാൾസിൻ്റെ നേരെ മുകൾ വശം അവിടെ വേറൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടം കാണാനും വാളറക്കുത്തിൻ്റെ മുകൾ വശത്ത് നിന്നുള്ള വാളറക്കുത്തിൻ്റെ വെള്ളച്ചാട്ടം കാണാനാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നമ്മൾ ഇരുമ്പുപാലത്ത് നിന്ന് നേരെ ഒഴുത്തടം കയറി വരുന്ന വഴിയാണ് ഈ വഴി. ഈ വഴിക്കവിടെ ഇങ്ങനെ വന്ന് കഴിയുമ്പോഴല്ലോ ലാസ്റ്റ് ഒരു പാറയുണ്ട്. പാറയിൽ വന്ന് കഴിയുമ്പോൾ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ, എന്നാ സെറ്റാന്ന് നോക്കി. ഇവിടെ നോക്കുമ്പോഴാണ് നമ്മൾ താഴെ NHും വാളറ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന പാറയാണിത്. നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് നോക്കി കാണുന്ന ഒരു വ്യൂ ആണ് കാണാൻ കേട്ടോ. ഇവിടുന്ന് ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 6-ാം മൈൽ പഴംപുളിച്ചാൽ മാമലക്കണ്ട അങ്ങനെ പോകും കേട്ടോ. നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. ആ വ്യൂ നിങ്ങൾ കാണിച്ചു തരാവേ. ഇവിടെ നോക്കുമ്പോഴല്ലോ താഴെ വാളറ വെള്ളച്ചാട്ടമൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങ് മേളിൽ കുതിരവത്തിമല, കഞ്ഞിക്കുഴി ഭാഗത്തുള്ള മീനുളിയമ്പാറ, ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ലോങ്ങി കാണുന്നത് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ താഴെ വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരാവേ. അവിടെ വെള്ളം ആയിട്ടില്ല, എന്നാലും ഇവിടെ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ. നമ്മുടെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഈ പാറ ഉണ്ടോ, ഈ പാറയൊക്കെ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോൾ നമ്മൾ വന്ന വഴി ഇതാട്ടോ കണ്ടോ. അതെ, ഇതിലൂടെ ഇങ്ങനെ ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി ഇങ്ങനെ പോവും കണ്ടോ. അതെ, ഇവിടെ നോക്കുമ്പോൾ താഴോട്ട് നിങ്ങൾ നോക്കി വാളറ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം, ആ മലനിരകളൊക്കെ നിങ്ങൾ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. കണ്ടോ, അങ്ങ് ലോങ് വരെ കാണാം. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ കണ്ടോ. ഈ താഴെ കാണുന്നുണ്ടോ അതെ വെള്ളച്ചാട്ടം. വെള്ളം കുറവാണ് അത് കണ്ടോ. അതെ, NHയുടെ വണ്ടി പോകണതൊക്കെ നമുക്ക് നല്ല സെറ്റായിട്ട് ഇവിടെ നിന്ന് കാണാം കണ്ടോ. ബസ് പോകണുണ്ടോ, ഇതുപോലെ വെള്ളച്ചാട്ടം കിടുവായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് സെറ്റപ്പ് കാണാം. അതിലൂടെ NHയുടെ ഇങ്ങനെ വണ്ടി പോകണ്ടോ. അതേ കണ്ടോ, ആ ബസ്സൊക്കെ അതിലൂടെ പോകണതാണ് എൻ്റെ രസം നോക്കി. ഒരു ചുവന്ന കളറുള്ള ബസ് അതിലൂടെ പോയിട്ടുണ്ടോ, അതേ പോകണുണ്ടോ. അതിങ്ങനെ അടിമാലി മൂന്നാറിന് വഴി കേട്ടോ. ഉണ്ടത് ഈ വെള്ളച്ചാട്ടം. വെള്ളം നിറച്ച് മഴയൊക്കെ കഴിയുമ്പോൾ വെള്ളമായി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പോൾ വെള്ളം കുറവാണ്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനൊക്കെ കണ്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതേ കണ്ടോ പാറ കേട്ടോ. തെന്നി കിടക്കണ, ഇപ്പം തെന്നിയിട്ടില്ല, എന്നാലും ഇങ്ങനെ നോക്കുമ്പോൾ താഴെ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് സെറ്റായിട്ട് കാണുന്നത്. ഇവിടെ ഒരു റൂംസും കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഹായ്, എന്ത് രസമാണ് നോക്കി കാണാൻ. അടിപൊളിയല്ലേ കണ്ടോ. നമ്മളത് ആ മുകളിൽ നിന്ന് ടവർ വെക്കണേൻ്റെ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത് കേട്ടോ കണ്ടോ. ഇത് അങ്ങ് നമ്മുടെ തൊട്ടിയാർ ഡാം കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്ന കുതിരവത്തിമലയാണ്, കുതിരവത്തിമല കണ്ടോ. അതിൻ്റെ താഴെ കാണാനുണ്ടോ തൊട്ടിയാർ ഡാമാണ് കണ്ടോ. തൊട്ടിയാർ ഡാം വെള്ളം കെട്ടിയിരിക്കുന്നതാണ്. മുകളിൽ കുതിരവത്തിമല. ആ കുതിരവത്തിമലയുടെ മുകളിൽ കാണുന്നതാണ് മീനുളിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. മീനുളിയമ്പാറ കഞ്ഞിക്കുഴി ഭാഗത്തിൽ ആ മലയാണ് ആ കാണുന്നത്. നല്ല രസമുണ്ട് ഇവിടെ നോക്കുമ്പോൾ. നമുക്കൊരു ഞായറാഴ്ചയൊക്കെ ചുമ്മാ ഇങ്ങനെ വന്നാൽ കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. ഇങ്ങനെ താഴോട്ടുണ്ട്. അതിലൂടെ ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ നിന്ന് നേരെ ഇനി തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. തലമാങ്കുത്ത് വാട്ടർഫാൾസ് എന്നാണ്. നമ്മൾ നേരത്തെ പണ്ടൊരു വീഡിയോ ചെയ്തായിരുന്നു ഒത്തിരി നാൾ മുമ്പ്. ഇപ്പോൾ നമുക്ക് അവിടെ പോയി വെള്ളമൊക്കെ ആയി കാണും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവാണ്. അവിടെ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഈ വഴിയിലൂടെ കുറേ പോകണം കേട്ടോ. കുറച്ചങ്ങ് ഇറങ്ങി അവിടെ നമ്മൾ ആദ്യം നിന്ന് കണ്ട വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന് കണ്ട കാഴ്ചകളെ കണ്ടിട്ട് ഈ വഴിയുടെ കുറച്ചും ഇറങ്ങി വരണം. ഈ വഴിയുടെ ഇറങ്ങി വന്നിട്ട് വേണം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആളുകളുടെ സ്ഥലമാണ് കേട്ടോ. അവിടെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ വേണം കുറച്ച് റൈറ്റ് കയറി പോകണം. ആ റൈറ്റ് കയറി പോയാലാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മളെ വഴിയിൽ നിന്ന് കുറച്ച് കയറി വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പാറയാണ്. ചെന്നലുണ്ടാവും, സൂക്ഷിച്ച് വേണം ഇതിലൂടെ വരുമ്പോൾ വരാൻ കേട്ടോ. കണ്ടോ പാറയാണ്. അപ്പോൾ മഴ അങ്ങ് ആയി തുടങ്ങിയുള്ളൂ ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ചെന്നലങ്ങ് ആയി വന്നേ ഉള്ളൂ. കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു നോക്കിയും കണ്ടൊക്കെ കയറി വരിക. ഇവിടെ വരുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. കണ്ടോ നമ്മൾ കയറി തന്നെ പാറയാണ് കണ്ടോ. പാറകളെ കയറി ഈ പാറ കയറാതെ ഒരു വഴിയുണ്ട് കേട്ടോ. നേരെയുള്ള വഴിയുണ്ട്, സ്ലോപ്പ് നേരെ നടന്നു വരാൻ പറ്റുന്ന വഴിയുണ്ട്. അതപ്പുറയാണ്. നമ്മൾ ഈ പാറകൾ തന്നെ കയറി വന്നാ കണ്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ കാഴ്ച നിങ്ങൾ നോക്കി. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണ്ട കേട്ടോ. അടിപൊളി വ്യൂ അല്ലേ നോക്കി കണ്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാണേ കണ്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ള കളറൊക്കെ കാണാൻ പറ്റുന്ന കേട്ടോ. നല്ല വെള്ളമാണ്. എല്ലാവരും കയറി വരാം. പിള്ളേർക്കൊക്കെ കയറി സിമ്പിളായിട്ട് വരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിലൂടെ എല്ലാവരും കയറി വരുന്നുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ കയറി തന്നെയാണ്. എന്താ പറയുക, ആളുകളൊക്കെ അതിലൂടെ കയറി വരാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ.
എന്തായാലും മടുത്തു. അപ്പോൾ നമ്മളിനി വെള്ളച്ചാട്ടത്തിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഉണ്ടോ ഈ വഴിയോടെ ഞാൻ പോയി കഴിഞ്ഞാൽ നേരെ സക്കെ എന്നൊക്കെ പറയും പോലെ നല്ല കിടിലം വെള്ളച്ചാട്ടം. കൊള്ളാം, നല്ല രസമുണ്ട്, അടിപൊളി. കണ്ടോ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് എത്താം. ആ മുകളിലോട്ട് നമുക്കിത് ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ വെള്ളച്ചാട്ടത്തിന് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഗായ്സ് ഈ വഴിയിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ കയറി വരാവേ. ഇവിടെ ഇറങ്ങിയത് സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നേ. ആനയൊക്കെ കഴിഞ്ഞ ഇതിലൂടെ ഒത്തിരി ആനകളൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുമല്ലോ വരുമ്പോൾ, നോക്കിക്കണ്ട് വരിക. കുറച്ച് ദിവസം മുമ്പ് വരെ ഇവിടെ നിറച്ച ആനയായിരുന്നു കേട്ടോ. കണ്ടോ ഇതാണ് തലമാങ്കുത്ത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം കേട്ടോ. കണ്ടോ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ ഡേഞ്ചറാണ്, തെന്നലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. കണ്ടോ അടിപൊളി. കണ്ടോ എന്ത് രസമാണ് നോക്കി കാണാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറി വരാൻ സിമ്പിളായിട്ട് കയറി വരാൻ പറ്റും കേട്ടോ. നമ്മളതിൻ്റെ മുകളിലോട്ടൊന്നും പോണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിറച്ച ആനയൊക്കെ വന്നായിരുന്നേ. പോണ വഴിക്ക് മൊത്തം ആനപ്പിണ്ട കിടക്കണ്ടായിരുന്നു. അപ്പോൾ കയറി വന്നപ്പോൾ ആൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ആന ഉണ്ടായിരുന്നു നിറച്ചത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അങ്ങനെ കയറി പോകുന്നില്ല. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് എന്തായാലും പോവാണ്. നമ്മളിവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തിരിച്ചു പോകണേ. അപ്പോൾ ശരിക്കും പേടിച്ചാണ് ഇവിടെ നിൽക്കണേ. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊരു നിർവാഹമില്ല. കാരണം എന്താ വെച്ചാൽ നിറച്ച് വെള്ളമാണ് ഇവിടെ, തെന്നി തെറിച്ചെടുക്കൂടെ. പിന്നെ എന്നാ പറഞ്ഞത്, ഇപ്പോൾ വേനൽക്കാലത്തൊക്കെയാണ് ഞാൻ കൂടെ ഇറങ്ങാറുന്നു. പിന്നെ ഡേഞ്ചറാണ്, നിറച്ച ആനയായിരുന്നു ഇതിലൂടെ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചേട്ടനവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കണ്ടു, മുകളിൽ വശത്തേക്ക് പോകുന്നില്ല, നമ്മൾ കയറി പോവാണ്. പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. പോകുന്ന വഴിക്ക് നിറച്ച് ആനപ്പണം കിടക്കണുണ്ട്. അപ്പോൾ കൂടെ വന്നവരൊക്കെ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ വിട്ടു. അപ്പോൾ നമ്മൾ ഇവിടെ ആൾക്കാർ പറമ്പൊക്കെ ഉണ്ട്, വാഴയും അതെല്ലാം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചിട്ടേക്കുവാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടും കൂടെ നോക്കിയാൽ വേണം പേടിച്ചിട്ട്. നല്ല രസമുണ്ട് ഇവിടെ വരാനൊക്കെ. പക്ഷേ ഇപ്പോൾ ആന വേനൽക്കാലം ആയതുകൊണ്ട് ആന എപ്പോഴും വരുമായിരുന്നു. ഇപ്പോൾ മഴയായതുകൊണ്ട് ആന വരില്ലാന്ന് എനിക്ക് തോന്നേ. എന്നാലും നമ്മൾ പോവാട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ പറഞ്ഞില്ലേ നിറയെ ആനപ്പിണ്ട കിടക്കണുണ്ടോ. ഇതിലൂടെ ആന ഇറങ്ങി സഞ്ചരിക്കുന്ന വഴിയാണ്. കണ്ടോ ഇതിലൂടെ മുകളിൽ നിന്ന് അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിച്ചിട്ടാണ് ഗായ്സ്. ഇനി അങ്ങോട്ട് മേളിലോട്ട് പോകണമെന്നില്ല, നമ്മളെന്തായാലും തിരിച്ചു പോവാണ്. ആനയ്ക്ക് വരാൻ പറ്റിയ നല്ല പ്ലേസാണ് ഇവിടെയൊക്കെ. കണ്ടോ നമ്മളെന്തായാലും തിരിച്ചു പോവാണ്. ഇതിലൂടെ ഒക്കെ ആനപ്പിണ്ണം കിടക്കുന്നുണ്ട്. കണ്ടോ ആനപ്പിണ്ണം കിടക്കുന്നുണ്ട്. ഇതിലൂടെ ആന ഇറങ്ങി താഴെ അവിടെ വീടുകളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാണ്. ഒത്തിരി പോകുന്നില്ല. അങ്ങ് മുകളിലോട്ടൊക്കെ അവിടെയൊക്കെ ആൾക്കാർ സ്ഥലങ്ങളാട്ടോ. അവിടെയുള്ള കുറേ അടയ്ക്കാമരവും സാധനങ്ങളൊക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി അവിടെ നിൽക്കുന്നില്ല. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കൂടെ, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കുക, ആരോടൊക്കെ ചോദിക്കുക, അവിടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ചോദിക്കുക, അവിടെ ആന വന്നാർന്നോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക. ചോദിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. ഇവിടെ തെന്നുണ്ട് ചെറുതായിട്ട്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം കണ്ട് സേഫായിട്ട് റോഡിലോട്ട് എത്തിയിരിക്കുകയാണ്. കണ്ടോ റോഡിലെത്തി. തോട്ടാപ്പുഴുവിൻ്റെ ബഹളമാണ്, ഇഷ്ടംപോലെ തോട്ടാപ്പുഴുണ്ട്. കുഞ്ഞുണ്ണിക്ക് ഒരു യൂട്യൂബ് ചാനൽ, കുഞ്ഞുണ്ണി അതുപോലെ വീഡിയോ ഒക്കെ പിടിച്ച് വെള്ളമൊക്കെ കുടിച്ച് കാണിക്കുകയാണ്. ആണോ തോപ്പറയൊക്കെ പിടിച്ചാൽ പുള്ളി നിൽക്കണം കേട്ടോ. ഇതിലൂടെ വണ്ടികളൊക്കെ വന്നെ കേട്ടോ. കണ്ടോ ഇനി പേടിക്കാനൊന്നുമില്ല. ഇവിടെ നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഗായ്സ്. കണ്ടോ നമ്മൾ താഴെ ഇറങ്ങി റോഡിൽ വന്നു കഴിഞ്ഞപ്പോൾ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. ആ വഴി നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇരുമ്പോല അടിമാലി ഭാഗത്തേക്ക് വേണ്ടിയാണ്. നമ്മൾ നേരെ അങ്ങനെ തിരിഞ്ഞ് വന്നാൽ താഴോട്ട് വന്ന 6 മൈൽ, പഴമ്പളിച്ചാൽ, മാമലക്കണ്ടം, കുട്ടമ്പുഴ, അങ്ങനെ ആ വഴി പോകണയാണ്. എന്തായാലും നമ്മൾ ഇറങ്ങി വന്നു ഗായ്സ്. ഇവിടെ ഒരു പാറയിൽ വ്യൂ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇറങ്ങി വന്നിട്ട് തോട്ടാപ്പുഴുവിനൊക്കെ പറക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ കാലകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ടൊരു വ്യൂ ഉണ്ട്, ആ വ്യൂ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോണതിൻ്റെ വഴിയുടെ സൈഡിലാണ് ഈ വ്യൂ കേട്ടോ. ഉണ്ടോ നല്ല രസമാണ് ഇവിടെ വന്നത്. ഇവിടെയൊക്കെ വന്ന് ഇരിക്കാം, അടിപൊളിയായിട്ട്. കണ്ടോ അടിപൊളിയല്ലേ, എന്ത് രസമാണ് നോക്കി. ഹായ് അടിപൊളി. കണ്ടോ നല്ല പ്ലേസല്ലേ, നല്ല വെയിൽ, അടിപൊളി. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പരുന്തിനെ കണ്ടോ. പരുന്ത് കുറേ നേരമായി ലക്ഷ്യം വിട്ട് നമ്മളെ ആണോ എന്ന് അറിയാൻ പാടില്ല, പാറി പറന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. മഴ മാറിക്കണ സമയത്ത് വരുമ്പോഴല്ലോ ഹായ് നല്ല രസം, അടിപൊളി. അങ്ങ് മല കണ്ടോ, അങ്ങ് മുകളിലൊക്കെ നല്ല കാടാട്ടോ. ആ കാട്ടിൽ നിന്നൊക്കെയാണ് ആന ഇറങ്ങി വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ പോകുന്ന വഴിയാണ് ഗായ്സ് ഇത്. കണ്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഇങ്ങനെ താഴോട്ട് അങ്ങോട്ട് പോകണം. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നല്ല രസമാണ്. കണ്ടോ കട്ട മഞ്ഞൊക്കെ വന്നുണ്ടോ, കട്ട മഞ്ഞ്. മഴ വന്നുകൊണ്ടാണ് തീർ മഞ്ഞ് തന്നെ.
നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തീറ് മഴയായി കണ്ടോ. ആ തീറ് മഴയത്ത് താഴെ കണ്ടോ നല്ല മഞ്ഞും കോട മഞ്ഞും കണ്ടോ. മരങ്ങളുടെ ഇടയിൽ നോക്കി ഒന്നും കാണാൻ പാടില്ല ഈ താഴോട്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ നമ്മൾ പോകുന്ന വഴിക്കുള്ള വാറ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇനി വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.